ഇനി അങ്ങോട്ട് ടെക്നോളജി യൂസ് ചെയ്യാത്ത ഒരു ബിസിനസ്സും വളരാൻ പോകുന്നില്ല. ഇപ്പോൾ ഈ ഒമാനിൽ നമ്മുടെ ചുറ്റുപാടുള്ള എത്ര കോഫി ഷോപ്പുകളാണ്, എത്ര ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റ് ബക്കാലുകളൊക്കെ പൂട്ടിപ്പോകാൻ കാരണം പറഞ്ഞാൽ ഈ ടെക്നോളജി ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ മെയിനായിട്ട് പറഞ്ഞ സാധനം ഇറക്കുക, ഒന്ന് ചെക്ക് ചെയ്യുക, അങ്ങനെ വെക്കുക, ഒരു 50 പൈസ 100 പൈസ പ്രോഫിറ്റിൽ വെക്കുക അധികത്തിൽ. ഇതന്നെയാണ് റൊട്ടീനായിട്ട് നടക്കുന്നത്. സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ എൻ്റെ മുതലാളിനോട് റെക്കമെൻഡ് ചെയ്യണം സിസ്റ്റമാറ്റിക്കായി കൊണ്ടുവരണം. എന്നാലേ നമുക്ക് പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ, ഈ ചിലവ് വരവ് എവിടെ പോകുന്നു എന്ന് അറിയാൻ കഴിയുള്ളൂ. മെയിനായിട്ട് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നോക്കേണ്ടത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റാഫിനെ നോക്കണം. നമുക്ക് പറ്റും, വിശ്വസിക്കാൻ കഴിയും, നല്ലപോലെ ചെയ്യും എന്ന് തോന്നുന്ന ഒരു ആളായിരിക്കണം. ഒരു 50-25 റിയാൽ അധികം കൊടുത്താലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കും. നിങ്ങളുടെ പ്രസൻറ്റ് അവിടെ ഇല്ലാതെ ആ കാര്യങ്ങൾ നടക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റാഫിൻ്റെ സാലറി അത് മോസ്റ്റായിട്ട് പറഞ്ഞ ടൈമിൽ കൊടുക്കാൻ ശ്രമിക്കുക. കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. അതിനുള്ള സെപ്പറേറ്റ് നിങ്ങൾ 1-ാം തീയതി മുതൽ തന്നെ മാറ്റി വെച്ച് തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ സാലറി വഴുകുന്നതോടും എടുക്കാനുള്ളൊരു മനസ്സ് സ്റ്റാഫുകൾക്കില്ലാതാവും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഇന്ന് പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ അവരുടെ വീട്ടിലും അവരുടെ ഇന്ന് കിട്ടും, അവരയക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് വീട്ടുകാരുണ്ടാവും. വീട്ടിൽ നിന്ന് വിളിച്ച് ചോദിക്കും, എവിടെ പൈസ കിട്ടിയില്ലല്ലോ, എന്താണ്, എവിടെയാണ് എന്ന് ഇങ്ങനെ കുത്തി ചോദിക്കുമ്പോൾ അവർക്കൊരു മെൻ്റലി ഒരു ഡിപ്രഷനും ഭ്രാന്തൊക്കെ ആവും. അതിനുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ കൊടുക്കാതിരിക്കുക. സ്റ്റാഫുകളെ നല്ല ശ്രദ്ധിക്കുക. എല്ലാം ഞാൻ തന്നെ ചെയ്യണം, എല്ലാം ഞാൻ തന്നെ ആവണം എന്നുള്ള മൈൻഡ് ഒരിക്കലും പാടില്ല. അങ്ങനെയുള്ളത് കൊണ്ടാണ് എൻ്റെ കട ഇപ്പോൾ മെയിനായി പൂട്ടാൻ കാരണം. ഇപ്പം ഞാൻ കട തുടങ്ങി ഏകദേശം കുറച്ച് കഴിഞ്ഞത് ഉള്ള ഒരു സ്റ്റാഫിന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്യാൻ വിചാരിച്ചു. എന്നിട്ട് അയാളുടെ പണി പഠിച്ചു, അത് ഞാൻ ചെയ്യാൻ തുടങ്ങി. അവിടെ എനിക്ക് പണി പാടി. എല്ലാം അവിടെ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ട് എനിക്ക് മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല.